സർ, തമിഴ്നാട് രാഷ്ട്രീയം പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ രാഷ്ട്രീയം മാറാൻ പോവുകയാണ്. ഈ കോയമ്പത്തൂരിലെ തോൽവിക്ക് ശേഷം അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ ഒരു സിംഹം, അദ്ദേഹത്തെ പിന്നീട് നമ്മളാരും കണ്ടിട്ടില്ല, അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹം മുങ്ങിയോ എന്നൊക്കെ പലരും ചോദിച്ചു തോൽവിക്ക് പിന്നാലെ. പക്ഷെ ഇപ്പോൾ അണ്ണാമലൈ തിരിച്ചു വന്നിരിക്കുന്നു. തിരിച്ചു വന്നത് മാത്രമല്ല, വരുന്ന സമയത്ത് തന്നെ ഒരു U-ടേൺ അടിച്ച് തിരിച്ചു വന്നു എന്നാണ് ഒരു RSS നേതാവ് പറയുന്നത്. എന്താണ് അണ്ണാമലൈ ലക്ഷ്യം വെക്കുന്നത്? അണ്ണാമലൈയുടെ അടുത്ത ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വർഷമാണ്. അപ്പോൾ അണ്ണാമലൈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ല. അവിടുത്തെ BJPക്ക് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. പക്ഷേ ആ ഇലക്ഷന് മുമ്പ് നമ്മൾ അണ്ണാമലയെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ വലുതായിരുന്നു. അത് കേന്ദ്ര BJP നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വരവും പെർഫോമൻസും ഒക്കെ നോക്കിയിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രണ്ടാമത്തെ വലിയ കക്ഷിയാകാൻ പോകുന്നു. കാരണം ADMKയുടെ തകർച്ച, പല ഗ്രൂപ്പുകളായത് ചിന്ന ഭിന്നമായി. പിന്നെ DMK കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ഇല്ല, അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ അണ്ണാമലയായിരുന്നു, അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശബ്ദമാണ്. അപ്പോൾ പിന്നെ ഇദ്ദേഹം സിംഹമാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ആ തരത്തിൽ നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ അദ്ദേഹം സ്വയം കയറി മത്സരിച്ചാണ്. BJPയുടെ ടിക്കറ്റിൽ വേറെ കുറേ കൂടെ മധുരയിൽ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ വേറൊരു മുഖം, വേറെ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നടത്താമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും തമിഴ്നാട്ടിലെ സീറ്റിൽ ഉണ്ടാക്കാമെന്നതിനേക്കാൾ വലിയ നേട്ടമൊന്നും അദ്ദേഹത്തിന് കോയമ്പത്തൂരിൽ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അണ്ണാമലയെ പറ്റി ഒരു വിവരമില്ല. കഴിഞ്ഞ ജൂൺ 4-ാം തീയതി മുങ്ങിയ അണ്ണാമലൈ നമ്മൾ കഴിഞ്ഞ ദിവസം പൊങ്ങി. ചെന്നൈയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു, പത്രലേഖകരോട് സംസാരിച്ചു. അദ്ദേഹം ഇത്രയും കാലം എവിടെയായിരുന്നു? അദ്ദേഹം എങ്ങും ആയിരുന്നില്ല. അദ്ദേഹം കൂടുതൽ വിദ്യാഭ്യാസം ഉപരിപഠനത്തിന് ഇവിടെയൊന്നുമല്ല, ഇംഗ്ലണ്ടിൽ പോയി. ഓക്സ്ഫോർഡിൽ പോയി അദ്ദേഹം ഒരു ചെറിയ കോഴ്സ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അദ്ദേഹം IPSൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ സ്റ്റുഡിയസായ ആളാണ്. അദ്ദേഹത്തിന് ഇന്ത്യനിസത്തെക്കുറിച്ചും BJPയുടെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ ആഴത്തിൽ അറിവുള്ള ആളാണ്. അതിനുപരി നല്ല സംഘാടകനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അണ്ണാമലൈ തിരിച്ചു വന്നിട്ട് തമിഴ്നാട്ടിലെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് വരാൻ പോകുന്ന ചില സൂചനകൾ നമുക്ക് തരുന്നു. നേരിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പറയാത്ത വാക്കുകളിലും പറഞ്ഞ വാക്കുകളിൽ നിന്നും നമുക്ക് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അണ്ണാമലൈ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് അദ്ദേഹം പൊതുജനങ്ങളോടായി മാധ്യമ പ്രവർത്തകർ വഴി ഇന്നലെ പറഞ്ഞത് അവിടുത്തെ മാറുന്ന രാഷ്ട്രീയത്തിൽ BJPയുടെ നിലപാടിൽ ചില വ്യതിയാനങ്ങളുണ്ടാവും. കാരണം വ്യതിയാനങ്ങൾ കൂടിയേ തീരൂ. അവിടുത്തെ NDAയിലെ ഘടകകക്ഷികൾ ഇല്ലെങ്കിൽ അണ്ണാമലയുടെ നേതൃത്വത്തെ പൊറുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മനസ്സിൽ കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AIADMKയോട് അദ്ദേഹം എടുത്ത കടുത്ത വിദ്വേഷ നിലപാടിൽ ചില അയവ് വരുത്തും എന്നാണ്. അപ്പം എടപ്പാടി പഴനിസ്വാമിയുമായിട്ട് ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം മയപ്പെടുത്തി. ഇപ്പോൾ എടപ്പാടിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും? കാരണം DMK ഇപ്പോൾ ഭയങ്കരമായ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ശക്തിയായിരിക്കുകയാണ്. ഭരണത്തിൻ്റെ സൗകര്യവും കൂടെയൊക്കെ ഉപയോഗിച്ചും മകനെ അനന്തരഗാമിയാക്കാനായിട്ടുള്ള ചുവടുവയ്പ്പുകളും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ നിലയ്ക്ക് DMK നേരിടാനായിട്ട് AIADMKയ്ക്ക് BJPയേക്കാൾ സ്വീകാര്യമായ ഒരു പുതിയ രാഷ്ട്രീയ ശക്തി അവിടെ ഉയർന്നു വന്നു. അതാണ് വിജയുടെ പാർട്ടി. വിജയുടെ പാർട്ടി വന്നപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഇക്വേഷൻസ് മുഴുവൻ മാറുകയാണ്. വിജയ് ഒരു വലിയ മാർച്ചിന് ശേഷം പ്രഖ്യാപിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കണ്ടത്, തമിഴ് രാഷ്ട്രീയത്തിൽ രണ്ട് ശത്രുക്കളെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി കാണുന്നത്. അതൊന്ന് DMK തീർച്ചയായിട്ടും, രണ്ടാമത്തത് BJPയെയും DMKയെയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെയും സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയെയും എതിർത്തുകൊണ്ടാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ചുവടുറപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഒരു സഖ്യ സാധ്യത അണ്ണാ DMKയുമായിട്ടാണ്. അപ്പോൾ അണ്ണാ DMKയുമായിട്ട് വിജയ് സഖ്യം ഉണ്ടാക്കിയാൽ അത് വലിയൊരു ശക്തിയാവും.
മാത്രമല്ല ബി ജെ പിയേക്കാൾ അണ്ണാ ഡി എം കെക്ക് കൂടുതൽ സ്വീകാര്യമാകുന്നതും വിജയിക്കുകയാണ്. അപ്പോൾ അത് അണ്ണാമലയ്ക്ക് ഒരു ഭീഷണിയാണ്, അണ്ണാമല വ്യക്തിപരമായി. മാത്രമല്ല അവിടുത്തെ ബി ജെ പിയുടെ മറ്റ് നേതാക്കളും RSS നേതാക്കളും അണ്ണാമലയെ മാറണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ പ്രസ്താവനയ്ക്ക് ശേഷം RSSൻ്റെ ചില ആളുകൾ പ്രതികരിച്ചതായിട്ടെന്ന് ഡൽഹി പത്രങ്ങളിലൊക്കെ കണ്ടു. പ്രത്യേകിച്ചും ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് UK പോയി വന്നിട്ട് അണ്ണാമലൈ ഒരു U-ടേൺ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് അത് ആഹ്ലാദപൂർവ്വമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പട്ടാളി മക്കൾ കക്ഷി ഈ മുന്നണിയിൽ തന്നെ NDAയിൽ തന്നെ തുടരും, O പനീർസെൽവം തുടരും, TTK ദിനകരൻ്റെ കക്ഷി തുടരും. അപ്പോൾ ഇവരൊക്കെ തുടരുകയും ചെയ്യും. ഒരു വിജയസാധ്യത അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ ഒരു സഖ്യത്തിന് അണ്ണാമലൈ തയ്യാറായാൽ. അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് ഈ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഉണ്ടായിരിക്കുന്ന മാറ്റം എന്നാണ് തമിഴ്നാട്. അങ്ങനെ BJP കൂടി ഇതിൽ സഖ്യകക്ഷിയാകുമ്പോൾ പ്രത്യേകിച്ച് BJPയുടെ ആശയങ്ങളുമായി ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്നാണ് വിജയ് പ്രസ്താവന നടത്തിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഈ അണ്ണാ DMK ഇവർ ഒന്നിച്ചു പോയാൽ അതിൽ സഖ്യമാവാൻ വിജയ് തയ്യാറാകുമോ? അല്ല, വിജയ് അണ്ണാ DMKയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വരുന്ന ഒരു സഖ്യം ഉണ്ടാകുകയാണെങ്കിൽ അണ്ണാ DMKയെ സംബന്ധിച്ചിടത്തോളം BJP സഖ്യത്തെക്കാളും നല്ലത് വിജയുടെ വിജയുമായിട്ടൊരു പുതിയ പാർട്ടിയാണ്, ഒരു സഖ്യം ഉണ്ടാക്കാനാണ്. പിന്നെ അവർ വേറൊന്നും ഇതിൽ ഈ എടപ്പാടിയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് രാഷ്ട്രീയക്കാരാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ പയറ്റി നല്ല അനുഭവജ്ഞാനവും ഭരണത്തിൽ മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ, മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അവർ കാണുന്നത് വിജയിലെ അപക്വമതിയായ രാഷ്ട്രീയക്കാരൻ എന്നാൽ ക്രൗഡ് പുള്ളറുമാണ്. അയാളുടെ ജനസമ്മതി ഉപയോഗിക്കാം. ഏതുപോലെ കരുണാനിധി MG രാമേന്ദ്രനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിച്ചതുപോലെ. അത് നമ്മൾ ആ 20 സിനിമയിൽ കണ്ടുവല്ലോ. നിൻ്റെ മുഖവും എൻ്റെ ബുദ്ധിയും എൻ്റെ രചനാശേഷിയും ഉണ്ടെങ്കിൽ തമിഴ്നാട് നമ്മൾ രണ്ടും കൂടെ ഭരിക്കും എന്ന് പറഞ്ഞത്. അതേ ട്രിക്കാണ് എടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം വിജയിയെക്കുറിച്ചുള്ളത്. അപ്പോൾ വിജയിയുടെ പോപ്പുലാരിറ്റി ഉപയോഗിക്കുക, അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയുമായിട്ടൊരു സഖ്യത്തിൽ വന്നാൽ. അങ്ങനെയാണെങ്കിൽ DMKയ്ക്ക് എതിരെ ഒരു സ്റ്റേൽമേറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലേ ഒരു ചെക്ക് വയ്ക്കാൻ പറ്റും എന്നാണ് അവരുടെ പ്രതീക്ഷ. ഇവിടെയാണ് അണ്ണാമലയുടെ പ്രസക്തി. അപ്പോഴും രണ്ടാം കക്ഷിയാകാനുള്ള ശ്രമമാണ് അണ്ണാമലൈ തൽക്കാലം നോക്കുന്നത്. അതുകൊണ്ട് അണ്ണാമലൈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു അമിത പ്രതീക്ഷ വ്യാമോഹവും ഉപേക്ഷിക്കും. കുറച്ചുകൂടെ വിട്ടുവീഴ്ചയും പ്രായോഗിക നിലപാടും സ്വീകരിച്ചേക്കും. BJPക്ക് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ BJPക്ക് എങ്ങനെയായാലും നിയമസഭയിലൊരു നല്ല സാന്നിധ്യം ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും.